പുരാതന സിംഹാസനവുമായിട്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സിംഹാസനവുമായിട്ട് ബന്ധം ഒപ്പിക്കണം. ഇപ്പൊ കേരളത്തിൽ സഭയിൽ ഒരു ധൂമകേതു പോലെ അല്ലെ കാളകൂട വിഷം വമിക്കുന്ന ഒരു കാർക്കോടകനെ പോലെ വന്ന ഒരു വ്യക്തിയുണ്ട്. മലങ്കര സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ മലങ്കര സഭയിലെ ദ മോസ്റ്റ് ഈവിൾ പേഴ്സൺ എവർ ലിവ്ഡ് ഇൻ മലങ്കര, ദാറ്റ് ഈസ് നൺ അതർ ദാൻ വട്ടശ്ശേരി ഗീവർഗീസ് ദിവന്നാസിയോസ്. അതുകൊണ്ടാണ് സഭ അസുരൻ എന്ന പേര് അദ്ദേഹത്തിന് ആരോ കൊടുത്തത്. സഭയിൽ അസുരനായിട്ട്, അസുര ജന്മമാണ്. പിന്നീട് അത് ഇന്ത്യൻ ഓർത്തഡോക്സുകാര് അത് തന്ത്രപൂർവ്വ സഭാ ബാസുരൻ എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. ഈ സഭ അസുരനാണ്, അസുര ജന്മമായതുകൊണ്ടാണ് അങ്ങനെ പേര് കൊടുത്തത്. അപ്പൊ ഈ അസുര ജന്മം, എനിക്ക് തോന്നുന്നു ആ പേരിട്ടത് കോനാട്ടച്ഛനാന്ന് തോന്നുന്നു, അങ്ങനെ ആദ്യമായിട്ട് ഇയാൾ അസുരനെ വിളിച്ച്. അപ്പൊ സഭ അസുരൻ. അപ്പൊ ഈ അസുരൻ ആണ് സഭയുടെ സ്വത്തുക്കൾ കൈക്കലാക്കുക എന്ന ഏക ഉദ്ദേശമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അത് അദ്ദേഹത്തിന്റെ ബാല്യത്തിൽ അനുഭവിച്ച അവഗണനയും ദാരിദ്ര്യവും തിക്താനുഭവങ്ങളും എല്ലാം കാരണം സ്വത്ത് സമ്പാദിക്കണം എന്ന ഒറ്റ ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം സ്വത്തുക്കൾ സഭയുടെ സമ്പാദിച്ചു, അതിനുവേണ്ടിയുള്ള ഒത്താശകൾ ചെയ്തു. മക്കളുടെ മക്കൾക്കും ഒക്കെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായി. അപ്പൊ അങ്ങനെ ഈ സഭ അസുരന്റെ ഈ ഹീനമായ, നിന്ദ്യമായ, അധമമായ പ്രവർത്തികൾക്കിടയിലും ഇടയ്ക്ക് ബോധം വരുമെന്ന് പറഞ്ഞാൽ അയാൾ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ അടുത്ത തോഴനും കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയുമായിരുന്ന പാർട്ട്ണർ ഇൻ ക്രൈം എന്ന് പറയും, പാർട്ട്ണർ ഇൻ ക്രൈം. അപ്പൊ തൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈമായ ഗീവർഗീസ്, പാർട്ട്ണർ ഇൻ ക്രൈമായ അച്ഛനോട് എപ്പോഴും പറയും, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പുരാതന സിംഹാസനത്തോട് ഒരു ബന്ധം ഉണ്ടായിരിക്കണം, പുരാതന സിംഹാസനത്തോടൊരു ബന്ധം. അന്ത്യോക്യ സിംഹാസനത്തോടുള്ള ബന്ധം വിച്ഛേദിച്ചതുകൊണ്ട് ഏതെങ്കിലും പുരാതന സിംഹാസനം എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടെണ്ണമേ അവശേഷിക്കുന്നുള്ളൂ. അതൊന്ന് അലക്സാണ്ട്രിയൻ സഭയാണ്, മറ്റൊന്ന് റോമാ സഭയാണ്. അങ്ങനെയാണ് ഈ റോമാ സഭയോട് ചേരുവാനുള്ള പരിശ്രമങ്ങൾ വട്ടശ്ശേരി ഗീവർഗീസ് ദിവന്നാസിയോസിന്റെ ആശീർവാദത്തോടുകൂടെ ആരംഭിക്കുകയും അത് ഈവാന്യോസ് തിരുമേനിയുടെ കാലഘട്ടത്തിൽ അത് അവർ സാക്ഷാത്കരിച്ചു. അങ്ങനെയാണ് മലങ്കര കത്തോലിക്ക സഭയൊക്കെ ഉണ്ടായത്. അത് മറ്റൊരു ചരിത്രമാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു ആഗ്രഹമല്ല, ഒരു ആവശ്യകത ആര് ചൂണ്ടിക്കാണിച്ചിരുന്നു? വട്ടശ്ശേരി എന്ന് പറയുന്ന ദ്രവ്യാഗ്രഹി, കൗശലക്കാരൻ, കപടൻ കാണിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം 934 ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അദ്ദേഹം എഴുതി. അദ്ദേഹത്തിന് ആ ഭരണഘടന നിലവിൽ വരുന്നൊന്നും കാണാൻ പറ്റില്ല. അദ്ദേഹം എഴുതിയ ഭരണഘടന ഉണ്ടായിരുന്നു, മനോരമക്കാരെഴുതിയ ഒരു ഭരണഘടന ഉണ്ടായിരുന്നു, പലരും ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. വട്ടശ്ശേരി ദിവന്നാസിയോസ് എഴുതിയ ഭരണഘടനയിൽ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ അദ്ദേഹം എഴുതി വെച്ച ഡ്രാഫ്റ്റിൽ പല ക്ലോസുകളും മാറ്റിയിട്ടാണ് 34 ഭരണഘടന മനോരമ പ്രസിൽ അച്ചടിച്ചത്. പക്ഷെ ഇവരെല്ലാം ഒരുപോലെ എഴുതി വെച്ച ഒരു ക്ലോസ് സുറിയാനി സഭയുടെ പരമ മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിയർക്കീസാണ്. നിങ്ങൾ ആ ചതിയുടെ ആഴം മനസ്സിലാക്കണം. 1934 8 കൊല്ലം, 92 വർഷം. 1934 2034 100 വർഷമാവും. 8 കൊല്ലം കൂടെ കഴിയുമ്പോൾ, അപ്പൊ ഇപ്പൊ 92 വർഷമായി. അതാ ഞാൻ പറഞ്ഞു, 92 വർഷം മുമ്പത്തെ ചതിയാണ്. 92 വർഷമായിട്ട് ഈ ചതി ആവർത്തിക്കുകയാണ്. അവർ ആവർത്തിക്കുക 92 വർഷമായിട്ട്. ഗീവർഗീസ് ദ്വിതീയനെ മലങ്കര അസോസിയേഷൻ കൂടി കാതോലിക്കാക്കി എന്നൊക്കെ ഇവർ ചരിത്രം. അങ്ങനെയൊന്നുമില്ല. പള്ളിക്കാട്ട് ബാവായുടെ 40 ദിവസം കൂടിയവരെല്ലാം കൂടി പറഞ്ഞു, നമുക്ക് ഗീവർഗീസ് ദ്വിതീയനെ കാതോലിക്കാക്കാം. അപ്പൊ 40 ദിവസത്തിന് കൂടിയവര് വട്ടം കൂടിയിരുന്ന് പറഞ്ഞ വർത്തമാനത്തിനാണ് ഇവർ അസോസിയേഷൻ എന്ന് പേരിട്ട്. ഇപ്പൊ ഗംഭീരമായിട്ട് അസോസിയേഷൻ നടത്തുകയാണ്. 92 വർഷമായി. കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭയിലെ ഓരോരുത്തരോടും, ജീവിച്ചിരിക്കുന്നവരും
മരിച്ചുപോയവരുമായ ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്. കാരണം നമ്മുടെ ഈ ശബ്ദ ബീജുകൾക്ക് അങ്ങനെ പരിധിയും പരിമിതിയൊന്നുമില്ല. അത് മൃതരുടെ ലോകത്തേക്കും പോവും. They also can hear us. അതുകൊണ്ട് ഈ പറഞ്ഞ 92 വർഷമായിട്ട് കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭയിലുള്ള എല്ലാ അധ്യക്ഷന്മാരെ അഡ്രസ് ചെയ്തിട്ടാണ് ഞാൻ ലൈവിൽ സംസാരിക്കുന്നത്, അല്ലാതെ ഇപ്പോൾ ഉള്ളവർ മാത്രം. അപ്പോ നിങ്ങളെല്ലാം കൂടി അഡ്രസ് ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ്. 92 വർഷമായി. ഇപ്പൊ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭയിലെ ഓരോ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും യുവാക്കളും എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് നിങ്ങളോടുള്ള ഒരു അപേക്ഷയാണ്. 92 വർഷം മുമ്പ് നിങ്ങളുടെ പൂർവ്വപിതാവും കള്ളനുമായ എന്ന് വേണം പറയാം, വട്ടശ്ശേരി ദീവന്നാസിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം തന്റെ സന്തത സഹചാരിയായ മനുഷ്യനോടും അനുചര വൃന്ദത്തോടും പറഞ്ഞു, ഒന്നുണ്ട്, നമുക്കേതെങ്കിലും പുരാതന സിംഹാസനത്തോടൊരു ബന്ധം വേണം, ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല. ആ ബന്ധമുണ്ടാക്കാൻ റോമിലേക്ക് ആളെ അയച്ചു. റോമുമായിട്ട് ബന്ധമുണ്ടാക്കി മലങ്കര കത്തോലിക്കായിട്ട് അത് മാറി. അപ്പോഴേക്കും ഇവിടെ കേസിൽ വിധി വന്നു. കോട്ടയം സെമിനാരി കിട്ടി, 6 ഏക്കർ സ്ഥലം കിട്ടി, 10 കൊട്ടത്തേങ്ങ കിട്ടി എന്നൊക്കെ പറഞ്ഞ് അവരതിന്റെ പുറകെ. പക്ഷേ ഭരണഘടനയെ നിങ്ങളെ നോക്കി പല്ലിളിക്കുക. ഇപ്പോഴും നിങ്ങളുടെ ഭരണഘടനയിൽ നിങ്ങളുടെ പിതാവ് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ ഇരിക്കുന്ന പാത്രിയർക്കീസ് ആണ് എഴുതി വെച്ചിരിക്കുക. 92 വർഷം 92 വർഷം കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭയെപ്പറ്റി എനിക്ക് നല്ല മതിപ്പുണ്ട്. ഇന്നും ഞാൻ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളിലും അവർക്ക് വളരെ മികവ് പുലർത്തുന്നവരാണ്. പ്രത്യേകിച്ച് നല്ല ഈണത്തിൽ പാട്ട് പാടുന്ന ആളുകൾ അതിനകത്തുണ്ട്, നല്ലപോലെ തള്ളിമറിക്കാൻ പറ്റുന്ന ആളുകൾ അതിനകത്തുണ്ട്, എല്ലാം ഉണ്ട്. ലോകം മുഴുവൻ അവർക്ക് പള്ളികളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇത്രയും കഴിവുള്ള, ഇത്രയും പ്രഗത്ഭരായ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഓരോ വ്യക്തികളോടും പേഴ്സണലായിട്ട് ഞാൻ യാചിക്കുകയാണ്, അപേക്ഷിക്കുക. 92 വർഷം മുമ്പ് വട്ടശ്ശേരി ദീവന്നാസിയോസ് പറഞ്ഞു, ഏതെങ്കിലും പുരാതന സിംഹാസനത്തോട് നമുക്ക് ബന്ധം വേണം. നമ്മൾ മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ബീജഗണിതം, ക്ഷേത്രഗണിതം, അംഗഗണിതം, ഇങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ മലയാളത്തിൽ പഠിച്ച അതൊക്കെ അറിയത്തുള്ളൂ. നിങ്ങളൊക്കെ ഇംഗ്ലീഷിലായിരിക്കും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ആൾജിബ്ര എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഈ ബീജഗണിതത്തില് നമ്മൾ ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി നിർദ്ധാരണം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് എന്ന് പേരിടുന്ന ഒരു പരിപാടിയുണ്ട്. എക്സ് അത് ആളെ കണ്ടുപിടിക്കുന്ന വരത്തേക്ക് എക്സ് എന്ന് വിളിക്കും. പിന്നെ ഈ എക്സ് ആരെന്ന് കണ്ടുപിടിക്കുക, അല്ലെ എക്സ് എത്രയെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ വട്ടശ്ശേരി ദീവന്നാസിയോസ് തൽക്കാലത്തേക്ക് നമുക്കൊരു പുരാതന സിംഹാസനവുമായിട്ട് ബന്ധം വരുന്നു, അത് വരത്തേക്ക് നമുക്ക് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ തന്നെ വെക്കാം. പക്ഷെ എത്രയും വേഗം നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുരാതന സിംഹാസനമായിട്ട് ബന്ധം വേണം. അന്ത്യോക്യ സിംഹാസനമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അത് തൽക്കാലത്തേക്ക് എഴുതി, താൽക്കാലികമായിരുന്നു. 92 വർഷം കഴിഞ്ഞിട്ടും ആ താൽക്കാലിക സ്ഥിതി അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക? ആ ടെമ്പററി പെർമിറ്റിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ടെമ്പററിയാണ്, താൽക്കാലികമാണ്. അന്നിങ്ങനെ പറഞ്ഞ് നമുക്ക് താൽക്കാലികമായിട്ട് ഇങ്ങനെ ശരി എല്ലാവരും കൈയടിച്ചു, പാസ്സാക്കി.